എന്താ എന്റെ ക്ലാസ്സിൽ തികഞ്ഞ അച്ചടക്കത്തോടു കൂടി മാത്രമേ പെരുമാറാവുള്ളൂ. അത് ക്ലാസ്സിലെ പ്രശ്നമല്ല, അത് ബാത്റൂമിലെ പ്രശ്നമാണ്. മനസ്സിലായോ? ക്ലാസ്സിൽ ഒഴിക്ക് കൂടുതൽ ഒഴിക്കരുത് കേട്ടോ. ഞാൻ തട്ടി പിടിക്കാൻ വേണ്ടിട്ട് കൊണ്ടുനടക്കും. ഇതെന്തിനാ അറിയോ? ഇങ്ങനെ പഠിപ്പിക്കാൻ വന്ന എന്നെ പേടിച്ചതല്ല. അടി കിട്ടിയായിരുന്നോ? അടിക്കാനുള്ള സാധനമാണ്. അടുത്തത് ഹാജർ പിടിക്കാൻ പോകണം. പേരില്ലാത്തവരാണോ? ഇല്ലേ, നിങ്ങൾക്ക് പേരില്ലാത്തവരാണോ? ആണോ? അംബുജാക്ഷൻ ബേബി സുഗുണൻ ആർക്കെ? സുഗുണനില്ലേ? പ്രസന്നൻ പ്രഹ്ളകൻ പ്രഹ്ളകൻ നിന്റെ ഇച്ചിരി പ്രകടനം കൂടുന്നുണ്ട്. നിന്റെ പ്രകടനമല്ല, നീ ബഹളക്കാരനാണ്. മനസ്സിലായടാ? ഇരിയോടെ. അടുത്തതായി മലയാളം പദ്യം ഞാൻ തന്നെ എഴുതിയൊരു പദ്യം. ഞാൻ ആദ്യം പാടാൻ പോകണം. അത് പാടി കഴിയുമ്പോൾ നിങ്ങളെ പഠിപ്പിച്ചു വേണം. ഞാൻ എവിടെ ചെന്നാലും ഒരു പദ്യം പാടാം. ഞാനൊരു പദ്യം ചെല്ലാന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ എഴുതിയൊരു പദ്യമുണ്ട്, അത് ഞാൻ ചെല്ലും. ഞാൻ അവിടെ ചെന്നാലും ചെല്ലുന്ന ഇന്നലെ പഠിപ്പിച്ച പദ്യം നാളത്തിന് അത് ചെല്ലിക്കാം. ഞാനാണോ സാറ്? സാമ്പാറാക്കരുത് കേട്ടോ. മലർന്നു ഞാൻ വീടും തുറന്നപ്പോൾ കൊടുക്കുന്നലും വീരുത് കാട്ടിയ കൊതുവന്ന് കടിക്കുന്നേ 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 കടിച്ചിടം പറിച്ചെടുക്കുന്നേ അടിയടാ പിടിയടാ വീരുത് കാട്ടിയ കൊതുങ്ങനെ ഞാൻ പിടിച്ച കയ്യായ ഞാൻ അധികം തെളിക്കണ്ടടാ. പ്രസിഡന്റായിട്ടുണ്ടാകുന്നത് വൈസ് പ്രസിഡന്റാണ് സെബാസ്റ്റ്യൻ. പട്ടണതോരട്ടി ജീവനമാണ് വെള്ളമടിയിൽ ചിരന്തയുടെ ഗാനാലാപന മികവിൽ ഒരു സ്വയംഭോഗി ചിന്ത ഗാനഗന്ധർവന് ശേഷം ഞാനാ. എന്നാ ഞാനൊരു കഥയൂടെ ചെയ്യാം. പാട്ടും പാടും കേൾക്കാൻ കൊള്ളാം. ഉള്ളത് പറഞ്ഞാൽ തുള്ളരുതാരും ജോൺസൺ ചേട്ടൻ കമ്മിറ്റിയുണ്ട്. നാടകക്കാരനും പാട്ടും പാടും കൃഷിയും ജോലിയിലുണ്ടല്ലോ. നൗഷാദത്തിന് നമ്മളെ മുക്കി കമ്മിറ്റിയിൽ ഉണ്ട് കേട്ടോ. നമ്മുടെ വിൽസൺ എന്നൊരു ചേട്ടൻ കൊണ്ട് നമ്മുടെ ജനറൽ സെക്രട്ടറി ആണ്. ഗാനാലാപന മികവിൽ നസീമ എന്നൊരു പഞ്ചത്തിയുണ്ട്. നാടൻ ഗ്രൂപ്പിലെ കോണ്ടാക്ട് ആണ്. വട്ടുപടിപ്പം ചായ ഒന്ന് കഴിച്ചാൽ പിടിക്കേണ്ട ഗതികേട് ഇന്നത്തെ കാലത്ത്. അടുത്തതായി മലയാളം പഠിപ്പിക്കാൻ തുടങ്ങുകയാണ്. കർത്താവ് കർമ്മക്രിയ
ദിൽസനെ പശു തൊഴിച്ചു. ഒരു കുഴപ്പമില്ല, അവിടെ ഒറ്റയ്ക്ക് ആ, ആ, പിന്നെ കർത്താവ് ഇവിടെ കർത്താവിന്റെ കർമ്മം അല്ല നിങ്ങളുടെ അവിടെ നിങ്ങളുടെ സംശയം ചോദിച്ചു. സംശയം ചോദിക്കുന്നത് എനിക്ക് ഭയങ്കര ചോദിച്ചേ അതെ സാധാരണ പശു ആണ് ഇഷ്ടപ്പെടാതെ വരാറുണ്ട് നമ്മുടെ പ്രവർത്തികളൊന്നും കണ്ടത്. അതല്ല എന്റെ വീട്ടിലെ അച്ഛൻ പശുവിനെ കറക്കാൻ പാല് കൊടുക്കുന്ന അച്ഛൻ പശുവിനെ കുളിക്കുക. ആ അച്ഛനോട് അവിടെ അവിടെ ക്രിയയും കർമ്മവും എല്ലാം നടക്കും. ആ കർത്താവ് കർമ്മം നിർവഹിക്കുക. അത് പിന്നെ കുറച്ച് കഴിയുമ്പോൾ കർത്താവിൻ്റെ പോയി കാണും. പോയാ കർത്താവിൽ എതിരെ ഭാവിച്ചതാണ്. അത് കുഴപ്പമില്ല. ഭൂമി അതായത് ഇപ്പൊ ഇവിടെ രാവിലെ രാത്രി ആ അത് ഇതിന്റെ അന്നാവുന്ന ഫുൾ ടൈം പകലായി പോയത്. അതെന്താണെന്നറിയാമോ? ഇവിടെയുള്ളവർക്ക് ഭൂരിഭാഗം ആൾക്കാരും ഉറങ്ങാനുള്ള സമയത്ത് ഈ സൂര്യന് എല്ലായിടത്തും പ്രകാശം കൊടുക്കാൻ പറ്റില്ല. ചെല്ലി തെറിച്ച് പോയാന്ന് ഞാൻ നോക്കിയത്. ഒന്നാമത് ഞാൻ പ്രശ്നത്തിൽ നിൽക്കുക. കുഞ്ഞിന്റെ മോളോട് ചെന്നോട്ടെ എന്നിട്ട് പ്രശ്നം ഞാൻ മുമ്പ് പഠിക്കും. സാറിന് വെള്ളം പൈസ ജാക്കാഞ്ചിൽ പാടുന്ന എങ്ങനെ ഞാൻ പറഞ്ഞുതരാം. ജാക്കാഞ്ചിൽ അങ്ങനെയാണ്. അല്ല സാറ് പാടിക്കൂടെ? സാറേ എനിക്ക് സംശയം. പക്ഷെ ഞാൻ ഇനി നിർത്താൻ പോവാം. ഞാൻ മടുത്തു. ഞാനിവിടെ സ്ഥലം മാറി പോകും. നിങ്ങളെ പഠിപ്പിച്ച് കഴിഞ്ഞാണല്ലോ എൻ്റെ ജോലി ഇവിടെ വെച്ച് ഈ സ്കൂളിൽ വെച്ച് തന്നെ പോകും. അതുകൊണ്ട് ഞാൻ വേറെ സ്ഥലം മാറി പോവാം. പോകുന്നത് നിങ്ങൾ ഇന്ന് വരെ ഞാൻ പഠിപ്പിച്ച ഒരു വിഷയത്തിന് ഒരു ഉത്തരം പറഞ്ഞിട്ടില്ല. മാർക്കെത്ര കിട്ടാറുള്ളത്? കോഴിമണ്ടയാണ്. ആ സുഗുണന് മാത്രം 2 കിട്ടിയിട്ടുണ്ട്. അതാ ഏറ്റവും ടോപ്പ് മാർക്ക്. ഇന്ന് നന്നാകുന്ന ആൾക്കാർ നാളെ നന്നാവുന്നല്ല ഉറപ്പ്. ഇന്ന് നന്നാകണം. മനസ്സിലായോ? എങ്ങനെയാണ് ഞാൻ പഠിക്കുന്നത്? ഞാൻ രാജിക്കത്ത് വെച്ചു. ഞാൻ പോവാം. എന്റെ ദൈവമേ, സാറുമാരുടെ ലൈൻ അന്വേഷിച്ചിരുന്ന പിള്ളേരാണ്. സാറേ ഞാനത് വലിയ വിഷയമായിട്ടോ. സ്കൂൾ മാത്രമല്ല, ഇത് ഞാൻ ഇനി അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒടിയുന്നവരും വരെ മൊത്തം വിഷയമാവും. മനസ്സിലായോ? വീട്ടിൽ പോണോ? അതിന് മുമ്പ് ഞാൻ വീട്ടിൽ പോകോളാം. പരിപാടി അവസാനിപ്പിച്ചു. ഓക്കെ എല്ലാവരും പരിപാടി ക്ലാസ് പെട്ടെന്ന് തീർത്തേ സാധനം ആദിയുഷസ്
അമ്പലമുറ്റത്തൊരു കൊമ്പനെ കൂട്ടരെ നിങ്ങൾ കണ്ടോ അമ്പപോലം നേറും ധരവീരൻ കൊമ്പനാന കറുമ്പൻ അമ്പലമുറ്റത്തൊരു കൊമ്പനെ കൂട്ടരെ നിങ്ങൾ കണ്ടോ അമ്പപോലം നേറും ധരവീരൻ കൊമ്പനാന കറുമ്പൻ അമ്പമേറ്റുന്നൊരിപ്പം വരുത്തുന്ന അമ്പെഴുപ്പും പുരട്ടും അമ്പയുയർത്തി കൊമ്പൻ തുമ്പങ്ങൾ അമ്പെ കൊഴിച്ചിടുന്നു അമ്പമേറ്റുന്നൊരിപ്പം വരുത്തുന്ന അമ്പെഴുപ്പും പുരട്ടും അമ്പയുയർത്തി കൊമ്പൻ തുമ്പങ്ങൾ അമ്പെ കൊഴിച്ചിടുന്നു ചീറ്റകൾ തിന്നിടുന്നു കൊമ്പന്റെ കുമ്പതിരുത്തിടുന്നു തുമ്പിക്കയാക്കിടുന്നു കൊമ്പനോ അമ്പോ തിളങ്ങിടുന്നു ചീറ്റകൾ തിന്നിടുന്നു കൊമ്പന്റെ കുമ്പതിരുത്തിടുന്നു. സിനിമയെ വിളിക്കുന്നു. നമുക്കറിയാം ഒരു സ്നേഹ വാത്സല്യ അവാർഡ് തീർച്ചയായിട്ടും നിങ്ങൾ ഇത് എന്തെങ്കിലും ഷൂട്ട് ചെയ്യണം. ബിജോൺ ജോബി പഴയ മറ്റും ഫാമിലിയെയും പ്രത്യേകമായിട്ട് ഈ അവാർഡിനോട് വിളിക്കണം. ഫാമിലി വന്നിട്ടുണ്ട്, കയ്യിൽ വരണം. കാരണം ഇത് കുടുംബത്തിന്റെ അവാർഡ് കൊടുക്കുന്നതാണ്. ജോബി പഴയ മറ്റും ആൻഡ് ഫാമിലി ഈ രണ്ടുപേരെയും കൂടെ വിളിക്കുകയാണ്. കാരണം ഇത് അമ്മയോടൊപ്പം 3 വർഷക്കാലം നമുക്കറിയാം അത് ഞങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ അവാർഡ് കൊടുക്കുമ്പോൾ ഇത്രയും പേര് കൂടി ഈ ഗ്രൂപ്പില് ബിജുക്കുട്ടന് കൊടുക്കുമ്പോൾ ബിജുക്കുട്ടൻ ഗ്രൂപ്പിലെ സിംഹമാണ്. അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാണ്. ഇത് കടമകൾ നിർവഹിക്കാതെ വൃദ്ധസദനങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ അനേകം ആൾക്കാർക്ക് ഇത് മാതൃകയാകട്ടെ. എല്ലാവരും കൈയടിക്ക്. ഇതാണ് നാളം കലാഗ്രൂപ്പിന്റെ റെക്കഗ്നൈസേഷൻ പ്രോഗ്രാം തീരുമ്പോൾ നമുക്ക് ഇവരെ ഇങ്ങനെ വിട്ടാൽ മതിയോ? പോരാ. ഇത് കഴിയുമ്പോ ചോറുണ്ട്. ഇവരെ ഇവിടുന്ന് നിരത്തി നമ്മൾ അവിടെ വരെ ഒരു പ്രദക്ഷിണമായിട്ട് ബാറ്റിമേളത്തിന്റെ അകപ്പടിയോടുകൂടി പ്രോഗ്രാം നടത്താൻ പോവുകയാണ്. ബാറ്റിമേള സെറ്റ് ചെയ്യാൻ വരെ വിശുദ്ധ